ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏറ്റവും നിലവാരമുള്ള ഇസ്ലാമിക കലാലയ സമുച്ചയം. ഇപ്പോൾ കേരളം വിട്ടുകിടന്ന് മറ്റ് മിക്ക സംസ്ഥാനങ്ങളിലും അതിൻ്റെ ശാഖകളുണ്ട്. ലോക നിലവാരമുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസ സംവിധാനം ഇന്ത്യയിലും കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അത് വിജയിച്ചു കഴിഞ്ഞു. ദാറുൽ ഹുദ നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ അത്തരമൊരു സംവിധാനം ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ലക്നൌവിലെ ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമ മാത്രമായിരുന്നു. പക്ഷേ അവിടെയൊന്നും ഒരു ഇൻ്റഗ്രേറ്റഡ് പഠന സംവിധാനം ഇല്ലായിരുന്നു. അതായത് നദ്വയിലേക്ക് വിദ്യാർത്ഥികളെ പ്രത്യേക പ്രവേശന പരീക്ഷകൾ നടത്തി തിരഞ്ഞെടുത്ത് 4 വർഷത്തെ ബിരുദ പഠനത്തിന് സജ്ജമാക്കുക എന്നതാണ് അതിൻ്റെ പതിവ്. ശേഷം വീണ്ടും പ്രവേശന പരീക്ഷകൾ കൊണ്ട് തന്നെ ബിരുദാനന്തര ബിരുദ പഠനത്തിനും സജ്ജമാക്കുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 12 വർഷം കൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ PG വരെ ഇൻ്റഗ്രേറ്റഡായി പഠിക്കാനുള്ള സംവിധാനമാണ് ദാറുൽ ഹുദ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് ലോകത്ത് ഏറ്റവും പ്രസിദ്ധിയാർജിച്ചത് നദ്വത്തുൽ ഉലമയേക്കാൾ കൂടുതൽ ലോകത്ത് അറിയപ്പെട്ടത് കേരളത്തിലെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തന്നെയാണ്. ദാറുൽ ഹുദയുടെ വിദ്യാർത്ഥികൾ ആഗോളതലത്തിൽ സാമൂഹിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഉതകുന്ന വിധത്തിലുള്ള പഠന സംവിധാനവും ഭാഷാ പരിശീലനവും അവിടെ ലഭ്യമാണ്. നല്ല ജേർണലിസ്റ്റുകൾ, പ്രഭാഷകരെ, എഴുത്തുകാരെ, ഗവേഷകരെ, പ്രബോധകരെ, ചാരിറ്റി പ്രവർത്തകരെ, മത ധാർമ്മിക കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കുന്ന പണ്ഡിതന്മാരെ, യൂണിവേഴ്സിറ്റി അധ്യാപകരെ, കള്ളവും ചതിയും വഞ്ചനയുമൊന്നുമില്ലാതെ, അഴിമതിയില്ലാതെ മാന്യമായി ഗവൺമെൻറ് തസ്തികകളിൽ ജോലി ചെയ്യുന്നവരെ. ഇതൊക്കെ തന്നെയല്ലേ ആധുനിക കാലത്തിൻ്റെ ആവശ്യം? ഇത്രത്തോളം ഗുണം നേടിയ ഒരു വിദ്യാഭ്യാസ സംവിധാനം ഇന്ത്യയിൽ വേറെയില്ല. പക്ഷേ ഇതൊന്നും അറിയാതെ ദാറുൽ ഹുദയെ വിമർശിക്കുന്ന, നെഗറ്റീവായി മാത്രം കാണുന്ന ചില ആളുകളുണ്ട്. അവർ ഉന്നയിക്കുന്ന പ്രധാന വിഷയം ഇതാണ്. അതായത് ദാറുൽ ഹുദയിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഇറങ്ങുന്നവർ ദീനി കാര്യങ്ങളിൽ സജീവമല്ല എന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കണം. ദീൻ എന്നാൽ പള്ളി മിമ്പറയിൽ പ്രഭാഷണം ചെയ്യുക, അല്ലെങ്കിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകുക എന്ന് മാത്രമല്ല. അത്തരമൊരു ഇസ്ലാമിനെയല്ല നബി നമുക്ക് മാതൃക കാണിച്ചത്. എല്ലാ മനുഷ്യരുടെയും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് അവർക്കെല്ലാം പരിഹാരം ചെയ്യുന്ന ഒരു സംവിധാനമാണ് മദീനയിലെ 10 വർഷം കൊണ്ട് നബി നമുക്ക് കാണിച്ചു തന്ന മാതൃക. ആ നിലയ്ക്ക് ഗവൺമെൻറ് എംപ്ലോയികളിലും നല്ല ദീനീ ബോധമുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള നല്ല ആളുകൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. കൈക്കൂലി വാങ്ങാത്ത, അഴിമതിയില്ലാത്ത നല്ല ആളുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതിന് ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമാണ് ദാറുൽ ഹുദ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഹുദവികളായ ബിരുദധാരികളും ബിരുദാനന്തര ബിരുദവുമുള്ള ആളുകളുടെ സാമൂഹിക സേവനം അത്തരത്തിലുള്ളതാണ്. കള്ളും കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും അഴിമതിയും മറ്റു ചീത്ത കാര്യങ്ങളുമെല്ലാം ഒട്ടും തന്നെ ഇല്ലാത്ത നല്ല വിശുദ്ധന്മാരായ ആളുകൾ ഗവൺമെൻറ് തസ്തികകളിൽ ജോലി ചെയ്യുന്നത് അത് മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമല്ല, എല്ലാ മതസ്ഥർക്കും മതമില്ലാത്തവർക്കും താല്പര്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ദാറുൽ ഹുദയുടെ ഈ പോക്ക് ഈ നിലയിൽ തന്നെ തുടരണം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സമൂഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് ദാറുൽ ഹുദയിൽ നിന്ന് ഇനിയും പുറത്തു വരേണ്ടത്. കാരണം പള്ളികളിൽ, ആരാധനാലയങ്ങളിൽ മാത്രം പരിമിതമായ പ്രബോധനം ഇന്ന് ലോകത്ത് എല്ലായിടത്തും എത്തുകയില്ല. അത് സജ്ജനങ്ങളായ അല്പം ചില ആളുകൾ മാത്രമാണ് അറിയുക.
വിമർശകരുടെ നെഗറ്റീവ് വാക്കുകൾ കൊണ്ട് ആരൊക്കെയോ ചില മോശമായ ചിന്തകൾ ദാറുൽ ഹുദയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. കാരണം എല്ലാ വർഷവും റമളാൻ 20 അതിൻ്റെ അപേക്ഷ അവസാനിക്കാറുണ്ട്. ഈ വർഷം റമളാൻ 25 വരെ അപേക്ഷ നൽകാൻ അവസരം നീട്ടിക്കൊടുത്തത് വിദ്യാർത്ഥികളുടെ അപേക്ഷകളുടെ എണ്ണം കുറഞ്ഞു പോയതുകൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒട്ടും തന്നെ ആലോചിച്ച് നിൽക്കാതെ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങളുടെ മക്കൾ ഭാവിയിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്നൊരു വ്യക്തിത്വമായി ഉയരണമെങ്കിൽ ദാറുൽ ഹുദ ഏറ്റവും അനുയോജ്യമാണ്. സ്കൂൾ 5ാം ക്ലാസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് 12 വർഷം കൊണ്ട് യൂണിവേഴ്സിറ്റി PG വരെ പഠിക്കാനുള്ള സംവിധാനമാണ് ദാറുൽ ഹുദ ഒരുക്കുന്നത്. എന്തായാലും ദാറുൽ ഹുദയുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ട് എനിക്ക് 1-2 കാര്യങ്ങൾ ഉണർത്താനുണ്ട്. അതായത് നിലവിൽ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് ദാറുൽ ഹുദയുടെ പഠനത്തോടൊപ്പം ലഭ്യമായിരുന്ന ഭൗതിക പഠനം എന്നുള്ളത് മാനവിക വിഷയങ്ങളിൽ തുടർന്ന് പഠിക്കുക എന്നതായിരുന്നു. എന്നാൽ സയൻസ്, കൊമേഴ്സ് തുടങ്ങിയ വിഭാഗങ്ങൾ എടുത്ത് പഠിക്കാനുള്ളൊരു സംവിധാനം നിലവിൽ ഇല്ലായിരുന്നു. നമ്മുടെ NIOS സിലബസ് കൊണ്ടെങ്കിലും അത്തരമൊരു വ്യത്യസ്ത കോഴ്സുകൾ എടുത്ത് പഠിക്കാനുള്ളൊരു സംവിധാനം ദാറുൽ ഹുദ വിദ്യാർത്ഥികൾക്ക് നൽകണം എന്ന് കാര്യമായിട്ട് തന്നെ ഞാൻ അപേക്ഷിക്കുകയാണ്. അതായത് വിദ്യാർത്ഥികളുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അവരെ 3 കാറ്റഗറിയായി തിരിച്ച് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് എന്നീ വിഭാഗങ്ങളിൽ ഹയർ സെക്കൻഡറി പഠനം തുടരാനുള്ള സംവിധാനം ദാറുൽ ഹുദ നിർബന്ധമായും ഒരുക്കി കൊടുക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ആ 3 കാറ്റഗറിക്ക് അനുസരിച്ച് അവരുടെ ഇസ്ലാമിക പഠനവും സംവിധാനിക്കേണ്ടതുണ്ട്. അതായത് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സാഹിത്യം, അതായത് അദബുൽ അറബി, ഇസ്ലാമിക് ആൻഡ് വേൾഡ് ഹിസ്റ്ററി, അതുപോലെ തഫ്സീർ, ഹദീസ്, തസഫുഫ്, അതായത് ആത്മീയ പഠനം, ബലാഗത്ത് എന്നീ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിധത്തിലുള്ള ഇസ്ലാമിക പഠനം നൽകണം. അതുപോലെ കൊമേഴ്സ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഫിഖ് വിഷയത്തിൽ അഗാധമായി പഠിക്കാനുള്ള സംവിധാനം ഒരുക്കണം. +2-ന് സയൻസ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അറബിയിലെ ഗണിതശാസ്ത്ര വിഭാഗമായ ഖുലാസത്തുൽ ഹിസാബ്, അതുപോലെ ഗോളശാസ്ത്ര വിഭാഗമായ തസ്രീഉൽ അഫ്ലാഖ്, റിസാല പോലെയുള്ള കിതാബുകളിൽ അത്തരം വിഷയങ്ങളിൽ ഗഹനമായി പഠിക്കാനുള്ള സംവിധാനം നൽകണം. എന്നാലുള്ള ഗുണം ഹുദവികളിൽ തന്നെ വ്യത്യസ്ത കഴിവുകളും സ്കില്ലുള്ള ആളുകൾ ഉണ്ടായിത്തീരും. അതുകൊണ്ട് സിലബസിൽ അത്തരമൊരു അഴിച്ചുപണി ദാറുൽ ഹുദയുടെ മാനേജ്മെൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ മാത്രമല്ല, നിരവധി രക്ഷിതാക്കളുടെ, വിദ്യാർത്ഥികളുടെ താല്പര്യം തന്നെയാണത്. ദാറുൽ ഹുദയുടെ മറ്റൊരു പറയാനുള്ള ന്യൂനത എന്ന് വെച്ചാൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. അതായത് മോർണിംഗ് ഫുഡ് എന്നുള്ളത് ഏകദേശം 9:30 മണിക്ക് 10 മണിക്കിടയിലാണ് അവർ കഴിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളെ ആരോഗ്യകരമായി തളർത്തുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് എത്രയും ഫാസ്റ്റായിട്ട് തന്നെ കഴിക്കണം. അതുകൊണ്ടൊരു ടൈം ചേഞ്ചിങ് വരുത്തി ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒരു മോർണിംഗ് 8 മണിക്ക് മുമ്പ് കഴിച്ചു തീർക്കാവുന്ന വിധത്തിൽ ടൈം ഷെഡ്യൂൾ ചെയ്യണമെന്ന് വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ബാച്ചിൽ 40 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്ന ഒരു കലാലയത്തിൽ അത് 30 ചുരുക്കിക്കൊണ്ടെങ്കിലും ഇത്തരമൊരു സംവിധാനം നിങ്ങൾ ഒരുക്കിക്കൊടുത്ത് വിദ്യാർത്ഥികളുടെ ആരോഗ്യകരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.